ആരോ ഒരാൾ ഭാഗം 45. താങ്ക്സ് ഡാ, ഇനി മരിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവളെ മുറുകെ പുണർന്നുകൊണ്ട് റോഷൻ പറഞ്ഞു. അങ്ങനെ അങ്ങ് മരിക്കാൻ പറ്റുമോ? അതിനാണോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? നമുക്ക് ജീവിക്കണം ഇനി ഒരുപാട് വർഷങ്ങൾ. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് റോഷന്റെ വാ മൂടിക്കൊണ്ട് മെർലിൻ പറഞ്ഞു. അയ്യടാ, അങ്ങനെ മരിക്കാൻ വേറെ ആളെ നോക്കണം. ഇനി എന്തൊക്കെയാ കാണാൻ ബാക്കിയുള്ളത്? അതൊക്കെ കണ്ട് ആസ്വദിച്ച് റോഷൻ അവളുടെ കണ്ണുകളിൽ നോക്കി കുസൃതി പറഞ്ഞു. അയ്യേ, എന്തൊക്കെ വഷളത്തരമായി ഈ ചെറുക്കൻ്റെ കയ്യിൽ. അതെങ്ങനെയാ? അലഞ്ഞു നടന്ന് മൊത്തം പഠിച്ചു വെച്ചേക്കുവാ. വല്ലാത്ത നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആ ബെസ്റ്റ്. എൻ്റെ കർത്താവേ, ഇവരെ തനിച്ചു വിട്ട എന്നെ പറഞ്ഞാൽ മതി. കളിക്കുന്ന കളി തീക്കളിയാണെന്ന് യാതൊരു വിചാരവുമില്ല. വാതിലും തുറന്നിട്ട് രണ്ടും കൂടെ ആ പിശാചെങ്ങാനും എഴുന്നേറ്റ് വന്നാൽ അതോടെ തീരും ഇതുവരെ കളിച്ചതെല്ലാം. സൂസന്റെ ആവലാതി നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ അവർ പിടഞ്ഞു മാറി. അത് മമ്മി എപ്പോഴാ വന്നത്? മെർലിന്റെ ചോദ്യത്തിൽ ഒരു ചമ്മലും നാണവും ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോടാ, എൻ്റെ കൊച്ചിൻ്റെ നാണം കണ്ടാൽ പച്ചവെള്ളം കടിച്ചിറക്കുന്ന കുഞ്ഞാണെന്ന് തോന്നുമല്ലോ. നാണിക്കേണ്ട, അത്യാവശ്യം വേണ്ടതൊക്കെ ഞാനും കണ്ടായിരുന്നു കേട്ടോ. അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് സൂസൻ പറഞ്ഞു. ഓ, അതിന് പ്രത്യേകിച്ചൊന്നും നടന്നില്ലല്ലോ, റോഷൻ ആത്മകഥം പോലെ പറഞ്ഞു. എൻ്റെ മോനെ, നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം. ഇപ്പോഴത്തേക്ക് നടന്നത് തന്നെ ധാരാളം. പേടിക്കേണ്ട, ഞാൻ കൂടുതലൊന്നും കണ്ടിട്ടില്ല. എന്തായാലും രണ്ടിൻ്റെയും കിടപ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പാവം ജാസ്മിൻ, ആ കൊച്ച് എന്തൊക്കെ ആഗ്രഹിച്ചതാ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? സൂസൻ പൊട്ടിച്ചിരിച്ചു. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഇപ്പോൾ തന്നെ സമയം വൈകി. ഇനി നോക്കി നിൽക്കാൻ നേരമില്ല. അധികം വൈകാതെ അവൾ ഉണരും. അതിനു മുൻപ് ഈ ഗെയിം പൂർത്തിയാക്കണ്ടേ? ഇന്നലെ എന്തൊക്കെയോ നടന്നു എന്നൊരു തോന്നൽ ജാസ്മിനിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അവൾക്ക് സംശയം തോന്നും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്നില്ല, സൂസൻ പെട്ടെന്ന് പറഞ്ഞു. ഡാ, ദേ അവിടെ കയറി കിടക്ക്. അല്ലേ വേണ്ട, ആദ്യം ആ പിശാചിനെ കയറ്റി കിടത്ത്, സൂസൻ വെപ്രാളപ്പെട്ടു. എൻ്റെ മമ്മി, ഒന്ന് പതുക്കെ. ഈ സാധനത്തിന് ഞാൻ തന്നെ പൊക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. മമ്മി കാലിൽ പിടിക്ക്, ഞാൻ കയ്യിൽ പിടിക്കാം, റോഷൻ പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്ന് ജാസ്മിനെ തൂക്കിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. ദേ മക്കളെ, കണ്ണടച്ചോ. ഞാൻ ഈ സീൻ കംപ്ലീറ്റ് ഒറിജിനലാക്കാൻ പോകുകയാ. പറഞ്ഞു തീർന്ന ഉടനെ സൂസൻ വളരെ കഷ്ടപ്പെട്ട് അവളുടെ നൈറ്റ് ഗൗൺ ഊരി മാറ്റി. ബ്ലാങ്കറ്റ് എടുത്ത് അവളെ നന്നായി പുതപ്പിച്ചു കിടത്തി. ദേ, ഇനി കണ്ണു തുറന്നോ. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. മെർലിൻ, ഞാൻ ജാസ്മിനെ വിളിച്ചുണർത്താൻ പോകുകയാ. ഉണരുമ്പോൾ നിന്നെ അവൾ കാണാൻ ഇടയാകരുത്. ഇവിടെ ഞാൻ മതി, സൂസൻ മെർലിനെ പറഞ്ഞയച്ചു. എടാ മോനെ റോഷ, ഇനി നീ കൂടി കയറി കിടന്നാൽ സീൻ ഒറിജിനൽ. മെർലിൻ പോയി കഴിഞ്ഞപ്പോൾ സൂസൻ പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഈ പിശാചിൻ്റെ കൂടെ കിടക്കാൻ. എൻ്റെ മോനെ, നീ ധൈര്യമായിട്ട് കയറി കിടന്നോ. അവൾ നിന്നെ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും അവൾ ഉണരുന്നത് എൻ്റെ മുഖത്തേക്ക് നോക്കിയായിരിക്കും, ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി, സൂസൻ ഏതോ നാടകത്തിലെ നടിയെ ഓർമ്മിപ്പിക്കും പോലെ പറഞ്ഞു. എടാ പൊട്ടാ, ആ ഷർട്ടെങ്കിലും ഒന്ന് ഊരിമാറ്റ്. എന്നിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് കയറി കിടക്കാൻ നോക്ക്. മനസ്സില്ലാ മനസ്സോടെ ജാസ്മിൻ്റെ പുതുപ്പിനടിയിലേക്ക് നൂണ്ട് കയറാൻ തുടങ്ങിയ റോഷനെ സൂസൻ ഓർമ്മിപ്പിച്ചു. മമ്മി പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് റോഷൻ ആ പുതുപ്പിൻ്റെ അടിയിലേക്ക് നൂണ്ടു. മക്കളെ, എഴുന്നേൽക്കാറായില്ലേ? ഒരു നിമിഷം വെയിറ്റ് ചെയ്തിട്ട് സൂസൻ വാതിലിൽ ശക്തിയായി മുട്ടിക്കൊണ്ട് ചോദിച്ചു. മോളെ ജാസ്മിൻ, ഇതെന്തൊരു ഉറക്കമാ? ഇതിപ്പോൾ കല്യാണത്തിന് മുൻപേ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ? അകത്തുനിന്നും അനക്കമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ സൂസൻ വാതിലിൽ ശക്തിയായി മുട്ടിക്കൊണ്ട് ഉറക്ക ചോദിച്ചു. അത് കേട്ടുകൊണ്ടാണ് ജാസ്മിൻ ഉറക്കം എഴുന്നേറ്റത്. രാത്രി നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അവൾ ഒരു ശ്രമം നടത്തി നോക്കി. ഒന്നും ഓർമ്മ വരുന്നില്ല. പതുക്കെ ബ്ലാങ്കറ്റ് മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ ആ ബ്ലാങ്കറ്റിനുള്ളിൽ വിവസ്ത്രയായി കിടക്കുകയാണെന്ന സത്യം അവൾക്ക് മനസ്സിലാക്കാനായത്. അവൾ വല്ലാത്ത നാണത്തോടെ അതിനുള്ളിലേക്ക് തന്നെ തല വലിച്ചു. റോഷ്, എഴുന്നേൽക്ക്, മമ്മി വിളിക്കുന്നു, ജാസ്മിൻ നാണത്തോടെ റോഷിനെ കുലുക്കി വിളിച്ചു. അയ്യോ, സമയം ഒരുപാടായല്ലോ. ഇനിയിപ്പോൾ മമ്മിയോട് എന്നാ പറയും? അതെങ്ങനെയാ? എല്ലാം കഴിഞ്ഞ് ഒന്ന് മയങ്ങി വന്നപ്പോൾ പുലർച്ചയായി. എന്തുവായിരുന്നടേ രാത്രിയിൽ? തനിക്ക് ഇത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ തോന്നുക ഇത് കുറച്ച് നേരത്തെ ആകാമായിരുന്നുവെന്ന്. റോഷന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജാസ്മിൻ നാണിച്ചു ചുവന്നു. എടോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മമ്മിയെ ഫേസ് ചെയ്യാൻ എനിക്ക് വല്ലാത്ത ചമ്മല. നീ പോയി വാതിൽ തുറക്ക്.
അത് പറഞ്ഞുകൊണ്ട് ചിരിയടക്കി റോഷൻ വാഷ്റൂമിലേക്ക് നടന്നു. അവൾക്ക് ശരീരത്തിലെല്ലാം വല്ലാത്ത വേദന തോന്നി. തലേന്ന് AC-യുടെ തണുപ്പിൽ വെറും തറയിൽ കിടന്നുറങ്ങിയതിൻ്റെ വേദനയാണ്. അത് മനസ്സിലാക്കാതെ അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടി. നിറഞ്ഞ സംതൃപ്തിയോടെ മാറിക്കിടന്ന വസ്ത്രങ്ങൾ എടുത്തഴിഞ്ഞ് അവൾ വാതിൽ തുറന്നു. പുറത്ത് സൂസനെ കണ്ടപ്പോൾ അവൾ വല്ലാത്ത നാണത്തോടെ നഖം കടിച്ചു. എന്തൊക്കെയോ നേടിയെടുത്ത സന്തോഷത്തോടെ അവൾ പുറത്തേക്ക് ഓടുമ്പോൾ കൈകൾ കെട്ടിനിന്ന് രണ്ടുപേർ ആ രംഗം കണ്ട് ആസ്വദിച്ചു. നമുക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതുകൊണ്ട് വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഹാളിലുണ്ടാകണം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വർഗീസ് എല്ലാവരോടുമായി പറഞ്ഞു. ഡാഡി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറില്ലല്ലോ, പിന്നെന്താ ഇന്നലെ പോയത്? ജാസ്മിൻ ചെറിയ സംശയത്തോടെ ചോദിച്ചു. അത് വേറൊന്നുമല്ല മോളെ, ഫെർണാണ്ടോ ആശുപത്രിയിലായിരുന്നല്ലോ, അതുകൊണ്ട് വെറുതെ അവിടെ തങ്ങിയെന്നു മാത്രം. ഒരു ഭംഗിക്ക് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞതാ. ഞാൻ എൻ്റെ ക്യാബിനിൽ കിടന്ന് വെളുക്കും വരെ നല്ല ഉറക്കമായിരുന്നു. വർഗീസിൻ്റെ മറുപടി തൃപ്തികരമായിരുന്നു എന്ന് അവളുടെ മുഖഭാവം പറയുന്നുണ്ടായിരുന്നു. റോഷൻ്റെയും ജാസ്മിൻ്റെയും വിവാഹം അടുത്ത ആഴ്ചയാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഇനി അമാന്തം പാടില്ല. അത്രയും പറഞ്ഞ് വർഗീസ് മുറിയിലേക്ക് നടന്നു. ജാസ്മിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. വൈകിട്ട് 4 മണി. ഫെർണാണ്ടോ, ഇവരുടെ വിവാഹം ഇനി ഒട്ടും നീട്ടിവെക്കേണ്ട. ആ തോമസ് രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കുക. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. അടുത്ത ബുധനാഴ്ച നമുക്കതങ്ങ് നടത്തിയാലോ? വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ഇവർ ദുബായിലേക്ക് പൊയ്ക്കോട്ടെ. ഇവിടെ നിന്ന് കൂടുതൽ കുഴപ്പത്തിൽ ചാടണ്ട. എന്തു പറയുന്നു? വർഗീസ് ആ കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ചോദിച്ചു. എനിക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ഫെർണാണ്ടസും അഭിപ്രായപ്പെട്ടു. ശോശയുടെ മുഖത്ത് മാത്രം എന്തെന്നില്ലാത്ത മ്ലാനത. മെർലിൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. മോനെ റോഷ, നീ ഇന്ന് തന്നെ ദുബായിലേക്ക് പോകണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണം. എന്നിട്ട് വേണം നിനക്ക് വേണ്ട വിവാഹ വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ. ഓക്കെ അല്ലേ? വർഗീസിൻ്റെ ചോദ്യത്തിന് റോഷൻ പുഞ്ചിരിയോടെ തലകുലുക്കി. സൂസൻ, ജാസ്മിന് വേണ്ട വസ്ത്രങ്ങളും സ്വർണവുമെല്ലാം നിങ്ങൾ 3 പേരും കൂടി പോയി സെലക്ട് ചെയ്യണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. അതായത് ശോശയും ജാസ്മിനും നീയും. വിവാഹത്തിൻ്റെ വിളിയും കാര്യങ്ങളുമൊക്കെ ഞാനും ഫെർണാണ്ടോയും നോക്കിക്കൊള്ളാം. പിന്നെ എല്ലാവരും തിരക്കായിരിക്കുന്ന സമയത്ത് ആശുപത്രിയുടെ കാര്യങ്ങൾ നോക്കാനും ആരെങ്കിലും വേണമല്ലോ. അടുത്ത ഒരാഴ്ച ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം നീ വേണം നോക്കാൻ. എന്താ, സമ്മതമാണോ? വർഗീസ് മെർലിനെ നോക്കി. ആ. വർഗീസിൻ്റെ ചോദ്യത്തിന് മെർലിൻ ചെറുതായി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ജാസ്മിൻ മെർലിനെ സൂക്ഷിച്ചു നോക്കി. ആ മുഖത്ത് നിറഞ്ഞ സങ്കടഭാവം അവളെ എന്തെന്നില്ലാതെ സന്തോഷിപ്പിച്ചു. എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. ഫെർണാണ്ടോയ്ക്ക് വിശ്രമം ആവശ്യമാണ്. താൻ വീട്ടിലേക്ക് പോയിക്കോ. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടി വരാം. അത് പറഞ്ഞുകൊണ്ട് വർഗീസ് ഫെർണാണ്ടോയെ പതുക്കെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവരുടെ വീട്ടിലേക്ക് നടന്നു. അങ്കിൾ, ഞങ്ങളും വരുന്നു. മെർലിൻ്റെ കൈ പിടിച്ച് റോഷൻ പുറത്തേക്ക് കുതിച്ചു. സൂസൻ, റോഷൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും ഈ കുട്ടികൾ അതിർവരമ്പുകൾ പാലിക്കേണ്ടതല്ലേ? മറുവശത്തുള്ളതും ഒരു പെൺകുട്ടിയാണ്. അവൾക്കും ഒരു മനസ്സുണ്ട്. റോഷൻ ചിന്തിച്ചില്ലെങ്കിൽ മെർലിനെങ്കിലും ചിന്തിക്കണം. ഞാനാണ് അവളെ വളർത്തി വലുതാക്കിയതെങ്കിലും അവൾക്ക് അമ്മയോടുള്ള സ്നേഹം നിന്നോടാണുള്ളത്. അതുകൊണ്ട് അതേപ്പറ്റി അവളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം. അവരുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ശോശ പറഞ്ഞു. സന്തോഷമുള്ള ഒരു കാര്യമല്ലേ നടക്കാൻ പോകുന്നത്. ഈ സമയത്ത് എന്തിനാ അവരെ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? എനിക്ക് തോന്നുന്നു താൻ ഓവറായി ചിന്തിക്കുന്നുവെന്ന്. അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണല്ലോ. എൻ്റെ വാക്കുകൾക്കും അഭിപ്രായത്തിനുമൊന്നും. ശോശ പാതി പറഞ്ഞു നിർത്തി. തൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചിന്തകളാണ്. താൻ അതൊക്കെ വിട്. തൽക്കാലം നമുക്ക് ജാസ്മിനോട് ചേർന്ന് ചരക്കെടുക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു തീരുമാനമെടുക്കാം. ശോശയുടെ വാക്കുകളെ അല്പം സംശയത്തോടെ തന്നെ കണ്ടുകൊണ്ട് സൂസൻ പറഞ്ഞു. അങ്കിൾ, തൽക്കാലം റോഷൻ ഇവിടെ നിന്നും ഒന്ന് മാറി നിൽക്കട്ടെ. ഇന്ന് തന്നെ ഒരു തരത്തിലാണ് രക്ഷപ്പെട്ടത്. അവളോടൊപ്പമുള്ള ഓരോ നിമിഷവും തീക്കളിയാണ്. എന്താണോ മരുമോളെ ഒരു പേടി പോലെ? നിന്റെ ചെക്കനെ ജാസ്മിൻ തട്ടിയെടുക്കുമെന്ന് വല്ല ഭയവുമുണ്ടോ? മെർലിൻ്റെ ആശങ്ക നിറഞ്ഞ വാക്കുകൾക്ക് വർഗീസ് തമാശ ചോദിച്ചു. എൻ്റെ പൊന്നു ഡാഡി, ഇവൾക്കല്ല പേടി, എനിക്കാ. അവൾക്ക് ഭ്രാന്ത, നല്ല ഒന്നാം തരം കാമഭ്രാന്ത്. ഉത്തരം പറഞ്ഞത് റോഷനാണ്. അത് കേട്ട് വർഗീസും ഫെർണാണ്ടോയും കുലുങ്ങി ചിരിച്ചു. പക്ഷേ ഇവനിപ്പോൾ എവിടേക്ക് പോകും? ചുറ്റുമുള്ളവരിൽ ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്നറിയില്ല. പിതാവിൻ്റെ ആകുലത നിറഞ്ഞ ശബ്ദം. അതേപ്പറ്റി ഓർത്ത് ഡാഡി വിഷമിക്കേണ്ട.
ഹരിയേട്ടൻ്റെ വീട്. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അവിടേക്ക് ഓടിയെത്തുകയും ചെയ്യാമല്ലോ. അവിടെയാകുമ്പോൾ ആർക്കും യാതൊരു സംശയവും തോന്നില്ല, മെർലിൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെ റോഷൻ അവിടേക്ക് പൊയ്ക്കോളൂ. അവിടെ എത്തിയാൽ പിന്നെ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. നീ നാട്ടിലുണ്ടെന്ന് നമ്മളല്ലാതെ ആരും അറിയുകയും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, ദുബായിലെത്തിയെന്ന് പറഞ്ഞ് ജാസ്മിന് മാത്രം ഒരു വാട്സപ്പ് കോൾ ചെയ്യണം. പിന്നെ കൂടുതൽ ഫോൺ കോണ്ടാക്റ്റുകൾ ഒന്നും വേണ്ട. ഇത് അവസാന ഗെയിമാണ്. ഒരു കാരണവശാലും ഒരിടത്തും തെറ്റുപറ്റാൻ പാടില്ല, വർഗീസ് പറഞ്ഞു. രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞ് ഞാനും ഇറങ്ങും. നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി ഒരാഴ്ചത്തേക്കിന് ആശുപത്രി നമ്മൾ സ്റ്റാഫിന് വിട്ടുകൊടുക്കുന്നു. ഡാഡിക്ക് വയ്യെന്നറിയാം, എന്നാലും ഒരാഴ്ചത്തേക്കിന് MD-യുടെ ചുമതല ഡാഡിക്കാണ്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായാൽ ഫോണിന്റെ തുമ്പത്ത് ഒരാൾ, അത്രമാത്രം. മെർലിൻ കാര്യങ്ങൾ വിശദീകരിച്ചു. മോളെ, എല്ലാം ഭദ്രമായിരിക്കണം. എവിടെയും ഒരു പിഴവും വരരുത്. എന്നെ ഞാൻ വിശ്വസിക്കുകയാണ്, വർഗീസ് മെർലിനെ ഓർമ്മിപ്പിച്ചു. ഡാഡി, നിങ്ങൾ ആരും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഈ ദിവസങ്ങൾ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഫൈനൽ മത്സരമാണ്. ഇവിടെ ഞാൻ തോറ്റുപോകാൻ പാടില്ല. ഈ അവസാന മത്സരത്തിൽ ഞാൻ തനിച്ചല്ല. എനിക്കൊപ്പം സായ, ഹരിയേട്ടൻ, അവരെ കൂടാതെ മുരുകണ്ണനും ഉണ്ടാകും. പിന്നെ മനസ്സുകൊണ്ട് നിങ്ങളെല്ലാവരും, മെർലിൻ ഉറപ്പോടെ പറഞ്ഞു. ഡാഡി, ഇനി ഒരാഴ്ചയേ ബാക്കിയുള്ളൂ. നമുക്ക് സമയം വളരെ കുറവാണ്. എനിക്ക് പറ്റാവുന്നതുപോലെ പറ്റാവുന്ന ആൾക്കാരെ എല്ലാം ഞാൻ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോളാം. നമ്മുടെ പരിചയത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള എല്ലാ വലിയ ആളുകളെയും വിളിക്കണം, റോഷൻ വല്ലാത്ത ആലോചനയോടെ പറഞ്ഞു നിർത്തി. ഡാഡി, ശോശമമ്മയോട് കാര്യങ്ങൾ പറയണ്ടേ? ശോശ വരുന്നത് കണ്ടപ്പോൾ മെർലിൻ ഫെർണാണ്ടസിനോട് ചോദിച്ചു. മോളെ, ഇപ്പോൾ അതിനൊന്നും നേരമില്ല. തൽക്കാലം വേറെ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി അതേപ്പറ്റി ഒരു സംസാരവും വേണ്ട, ഫെർണാണ്ടസ് ആലോചനയോടെ പറഞ്ഞു. എന്താ ഞാൻ വന്നപ്പോഴേക്ക് നിർത്തിക്കളഞ്ഞത്? ഞാൻ കരുതി ഫെർണാണ്ടോ കിടന്നു കാണുമെന്ന്. പരസ്പരം ചേർന്നിരിക്കുന്ന മെർലിനെയും റോഷനെയും ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് ശോശ ചോദിച്ചു. ഒന്നുമില്ല, വിവാഹ ചർച്ചകൾ തന്നെ. ദിവസങ്ങൾ കുറവാണല്ലോ. അപ്പോൾ രാത്രി തന്നെ ചർച്ച ചെയ്തേക്കാം എന്ന് കരുതി. വാടോ, ഇവിടെ വന്നിരിക്കുക, ഫെർണാണ്ടസ് സ്നേഹത്തോടെ ശോശയെ ക്ഷണിച്ചു. ഓ വേണ്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. താല്പര്യമില്ലാത്തതുപോലെ അത്രയും പറഞ്ഞ് ശോശ അകത്തേക്ക് നടന്നു. എന്താ ഡാഡി, മമ്മിക്കൊരു താല്പര്യമില്ലാത്തതുപോലെ? മെർലിൻ ആകുലതയോടെ ചോദിച്ചു. ഓ മറ്റൊന്നുമായിരിക്കില്ല, അവളുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഫെർണാണ്ടോ ആലോചനയോടെ പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ, ആമി, ഞാൻ പോയിട്ട് ഉടനെ വരാം. നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് നിന്നെ വിട്ടു പോകില്ലായിരുന്നു. ജാസ്മിനെ ചേർത്ത് നിർത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് റോഷൻ യാത്ര പറഞ്ഞു. റോഷ്, നിന്നെ യാത്ര അയക്കാൻ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, ഇന്ന് തന്നെ ജ്വല്ലറി പോകണമെന്ന് മമ്മി പറയുന്നു. ഒന്നിനും താമസം വരുത്തേണ്ട, നീ പോയിട്ട് പെട്ടെന്ന് വാ. എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറക്കാമല്ലോ. അളവില്ലാത്ത സന്തോഷത്തോടെ ജാസ്മിൻ റോഷനെ യാത്ര അയച്ചു. പിന്നെ ഒരാഴ്ചക്കാലം എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. ഓരോരുത്തരും അവനവൻ്റെ കർത്തവ്യങ്ങൾ ഭംഗിയാക്കുന്നതിന് ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചു. മെർലിൻ കൂടുതൽ സമയവും സായയോടൊപ്പമായിരുന്നു. എന്തൊക്കെയോ പ്ലാനിങ്ങുകളും മറ്റുമായി അവർ ആരും അറിയാതെ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടുമുട്ടി. കൂടുതലും മുരുകൻ്റെ ഓട്ടോയിൽ. അനർത്ഥങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ സ്വസ്ഥമായി കാര്യങ്ങൾ മുന്നോട്ട് പോയി. ജാസ്മിൻ തനിക്ക് വേണ്ടതെല്ലാം വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റും നടക്കുന്നതൊന്നും അവൾ ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ജാസ്മിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. അതോടൊപ്പം തോമസിനും. അതെ, തങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്, ആ കുടുംബത്തിൻ്റെ അടിവാരം തോണ്ടുന്ന ലക്ഷ്യത്തിലേക്ക്. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇന്നാണ് നാടറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് ആ വിവാഹം, റോഷൻ്റെയും ജാസ്മിൻ്റെയും വിവാഹം. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായി ജാസ്മിൻ, ആ വസ്ത്രത്തിനൊപ്പം മിന്നിത്തിളങ്ങുന്ന വജ്രാഭരണങ്ങൾ, എല്ലാം ഏറ്റവും പകിട്ടേറിയത്. ഒരുങ്ങിയിറങ്ങിയ ജാസ്മിൻ ഒരു ദേവതയെ പോലെ സുന്ദരിയായിരുന്നു. റോഷൻ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള വിവാഹ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഹെയർ സ്റ്റൈലിഷിൻ്റെ സഹായത്തോടെ മുടി വളരെ വൃത്തിയായി ഒതുക്കി വെച്ചിരിക്കുന്നു. മുഖത്തെ താടി ഭംഗിയോടെ ട്രിം ചെയ്ത് സുന്ദരമാക്കി. അരമനയിൽ നിന്നും പ്രത്യേക അനുവാദം വാങ്ങിയുള്ള വിവാഹമായിരുന്നു.
അതുകൊണ്ട് തന്നെ വിവാഹത്തിന് തൊട്ടു മുൻപുള്ള മനസ്സ് ചോദ്യം മാത്രമായിരുന്നു ആ ചടങ്ങിൽ മനസമ്മതത്തിന് പകരമായി ഉണ്ടായിരുന്നത്. ലാവണ്ടർ കളർ മന്ത്രകോടി സാരിക്ക് മുകളിൽ മിന്ന് ആ സാരിയുടെ തന്നെ നൂലിൽ കോർത്തു വെച്ചിരിക്കുന്നു. അതിനോടൊപ്പം വിവാഹമോതിരവും. പള്ളിയിൽ നിറയെ ആളുകളും. കൃത്യസമയത്ത് തന്നെ വൈദികർ ചടങ്ങുകൾ ആരംഭിച്ചു. മെർലിനെ മാത്രം അവിടെ എവിടെയും കാണാനില്ല. റോഷന്റെ കണ്ണുകൾ അവൾക്കായി തിരഞ്ഞു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന റോഷനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? വൈദികന്റെ ചോദ്യം മുഴുവനാകും മുൻപ് തന്നെ സമ്മതമാണ് എന്ന ഉറക്കെയുള്ള ശബ്ദം ജാസ്മിനിൽ നിന്നും പുറത്തേക്ക് വന്നു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് തീരണം. ആ താലിച്ചരട് തൻ്റെ കഴുത്തിലേക്ക് അണിയുന്ന ആ നിമിഷം മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. വർഗീസിന്റെ കണ്ണുകൾ ചുറ്റും പരതിക്കൊണ്ടിരുന്നു. അതെ, തോമസ്, അയാൾ അവിടെയുണ്ട്. ക്രൂരമായ വിജയചിരിയോടെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ. റോഷൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന ജാസ്മിനെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? വൈദികന്റെ ചോദ്യം മുഴങ്ങി. ചുറ്റും വല്ലാത്ത നിശബ്ദത മാത്രം. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.